നമസ്കാരം. അതീവ സംഘർഷാവസ്ഥയിൽ പാക് അധീന കശ്മീർ. ജൂൺ 5-നും 9-നും ഇടയിൽ പ്രദേശത്ത് പാകിസ്ഥാൻ സൈന്യം നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് ഞെട്ടിക്കുന്ന കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. പാകിസ്ഥാൻ അധീനതയിലുള്ള കശ്മീരിലെ റാവലക്കോട്ട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനപരമായി സമരം ചെയ്ത സാധാരണക്കാർക്ക് നേരെ പാക് സൈന്യവും അർദ്ധസൈനിക വിഭാഗവും നടത്തിയ വെടിവയ്പ് വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വെളിച്ചത്ത് വരികയാണ്. ഔദ്യോഗിക മരണസംഖ്യ 11 പുരുഷന്മാരാണെങ്കിലും കൊല്ലപ്പെട്ടവർ ഇവരിൽ അധികമാണെന്നും ഈ സംഖ്യയിലധികമാണെന്നും ഇതിൽ 19 കുട്ടികളും 7 ഗർഭിണികളും അടങ്ങുന്നു എന്നാണ് പുതിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 200-ലധികം പേർക്ക് പരിക്കേറ്റതായാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിലും അധികമാകാം പരിക്കേറ്റവരുടെ എണ്ണമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർക്കാൻ വിസമ്മതിച്ചതിന് പ്രദേശത്തെ പോലീസ് സബ് ഇൻസ്പെക്ടർ സർദാർ ഇനായത്തിനെ സൈന്യം വധിച്ചതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മേഖലയിലെ ജനങ്ങൾ. ഗോതമ്പ് മാവ് പോലുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ അമിത വിലയും ഭീമമായ വൈദ്യുതി നിരക്കുമാണ് ജനങ്ങളെ ആദ്യം തെരുവിലേക്ക് ഇറക്കിയത്. തങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾ പാകിസ്ഥാൻ ചൂഷണം ചെയ്യുമ്പോൾ തങ്ങൾക്കതിന്റെ ഗുണം ലഭിക്കുന്നില്ലെന്ന ജനങ്ങളുടെ പരാതിയിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വ്യാപാരികളും സാധാരണക്കാരും ചേർന്ന് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പാക് അവഗണനയ്ക്കെതിരെ പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിച്ചു. വിലക്കുറവിൽ മാവും വൈദ്യുതിയും നൽകുക, രാഷ്ട്രീയ അവകാശങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇവർ ദീർഘനാളായി സമാധാനപരമായ സമരത്തിലായിരുന്നു. ഇതിന് പിന്നാലെ വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജൂൺ തുടക്കത്തിൽ പാകിസ്ഥാൻ സർക്കാർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയെ സർക്കാർ ഒരു ഭീകര സംഘടനയായി മുദ്രകുത്തുകയും ഭീകരവിരുദ്ധ നിയമപ്രകാരം നിരോധിക്കുകയും ചെയ്തു. സംഘടനയിലെ പ്രധാന നേതാക്കളെ പോലീസ് രാത്രിക്ക് രാത്രി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ജനങ്ങളിൽ കൂടുതൽ പ്രകോപനത്തിന് കാരണമായി. അക്രമങ്ങളിൽ 50-ലധികം പ്രക്ഷോഭകർ ഇതിനകം കൊല്ലപ്പെടുകയും 100-കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെ POKയിലെ സ്ഥിതി അതീവ സങ്കീർണമായിരിക്കുകയാണ്. ഈ വൻ ജനകീയ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര വാക്പോരും അന്താരാഷ്ട്ര തലത്തിൽ കടുത്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു തർക്കമല്ല ഇപ്പോൾ POKയിൽ കാണുന്ന ഈ വലിയ ജനകീയ വിപ്ലവം. കാലങ്ങളായി പാകിസ്ഥാൻ കാട്ടുന്ന വഞ്ചനയ്ക്കെതിരെ അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒന്നടങ്കം ആയുധമെടുത്ത് തെരുവിലിറങ്ങിയതാണ്. പ്രധാനമായും 3 കാരണങ്ങളാണ് POKയെ സ്ഫോടനാത്മകമായ അവസ്ഥയിലേക്ക് എത്തിച്ചത്. അരിയും ഗോതമ്പും കിട്ടാനില്ലാതെ മേഖലയിലെ ജനങ്ങൾ പട്ടിണിയിലാണ്. പാകിസ്ഥാനിലെ കടുത്ത സാമ്പത്തിക തകർച്ചയെ തുടർന്ന് POKയിലെ സബ്സിഡികൾ ഭരണകൂടം പൂർണ്ണമായും വെട്ടിക്കുറച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെയും മാവിന്റെയും വില സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായി. POKയിലെ നദികളിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ വൻതോതിൽ കുറഞ്ഞ ചെലവിൽ അണക്കെട്ടുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ ഈ വൈദ്യുതി POKയിലെ ജനങ്ങൾക്ക് നൽകാതെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് കൊണ്ടുപോവുകയും തിരികെ POKയിലുള്ളവർക്ക് വൻ തുക ഈടാക്കി വൈദ്യുതി വിൽക്കുകയുമാണ് പാക് സർക്കാർ ചെയ്യുന്നത്. തങ്ങളുടെ വെള്ളത്തിലുണ്ടാകുന്ന വൈദ്യുതിക്ക് ഞങ്ങൾ എന്തിന് വൻതുക നൽകണമെന്നാണ് ജനങ്ങളുടെ ചോദ്യം. അതിനൊപ്പം തന്നെ ഇന്റർനെറ്റ് നിരോധനങ്ങളുമുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധം ലോകമറിയാതിരിക്കാൻ POKയിൽ ഇന്റർനെറ്റും വാർത്താവിനിമയ സംവിധാനങ്ങളും പാക് സൈന്യം പൂർണ്ണമായും റദ്ദാക്കിയിരിക്കുകയാണ്. സമാധാനപരമായി സമരം ചെയ്ത വ്യാപാരികളെയും നേതാക്കളെയും പോലീസ് തല്ലിച്ചതച്ചതോടെയാണ് ജനങ്ങൾ പാക് റേഞ്ചർമാരെ തെരുവിൽ നേരിടാൻ തുടങ്ങിയത്. POKയിലെ ജനകീയ പ്രക്ഷോഭം ഇന്ത്യ അതീവ ജാഗ്രതയോടെയാണ് നിരീക്ഷിക്കുന്നത്. സ്വന്തം ജനങ്ങളെ ക്രൂരമായി വെടിവെച്ച് കൊല്ലുന്ന പാകിസ്ഥാൻ നടപടിക്കെതിരെ ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ കടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾ നേരിടുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശ്രീനഗറിൽ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ വലിയ പ്രതിഷേധങ്ങൾ നടന്നു. POKയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ UN അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യ നിവേദനവും നൽകി.